ലാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ്. കൊച്ചിലെ മുതലേ എന്ന് പറഞ്ഞാൽ പൂജപ്പുര കണക്ഷൻ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ലാലുചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം തൊട്ട് തന്നെ അറിയാം. അപ്പോൾ ലാലുചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനെ പാടിപ്പിക്കുന്ന പോലെയാണ്. അപ്പോൾ ലാലുചേട്ടൻ ഒരുപാട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ജെന്യുവിനായിട്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലുചേട്ടൻ. അപ്പോൾ ലാലുചേട്ടൻ ചില പാട്ടുകൾ അദ്ദേഹം തന്നെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് പാടിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്നുള്ള തോട്ടുണ്ട്. അങ്ങനെയാണ് കറുത്തൊരു പെണ്ണാണെന്ന് പറഞ്ഞ പാട്ട് ബാലേട്ടനിൽ പാടിപ്പിച്ച്. അതിനുശേഷം 2-3 പാട്ടുകൾ ഈ പ്രണയത്തിൽ ഐ ആം ദ മാൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ നൊട്ടേഷനൊക്കെ ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ ഉടനെ ലാലുചേട്ടൻ പറഞ്ഞു, മോനെ ഇതിനകത്തൊരു ഓട്ടോഗ്രാഫ് ഇട്ടു എന്ന് ചോദിച്ചു. എൻ്റെ ഓട്ടോഗ്രാഫ് ലാലുചേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലുചേട്ടൻ ആദ്യം ഓട്ടോഗ്രാഫ് ഇട്ടാൽ ഞാനിവിടാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോഗ്രാഫ് കൊടുക്കും. അങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒടിയൻ്റെ കോമ്പോസിഷൻ ലാലുചേട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലാലുചേട്ടൻ്റെ അടുത്തിരുന്ന് ഈ കൊണ്ടുവരാന്നുള്ള പാട്ട് പാടി കേൾപ്പിക്കുന്നത്, ലാലുചേട്ടൻ്റെ അമ്മ മഴക്കാർ എന്ന് പറഞ്ഞ പാട്ട് എൻ്റെ വീട്ടിൽ വെച്ച് പാടി കേൾപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എനിക്ക് ലാലുചേട്ടനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള സ്നേഹമോ പ്രണയമോ അതൊക്കെയാണ് എന്നെ വളരെയധികം അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തുന്നത്. ലാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കാര്യമാണ്, ഒരു സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രമാണ് അദ്ദേഹം ചെയ്യണത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അദ്ദേഹം വരുമ്പോഴത്തേക്കും ശരിക്ക് അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഞാൻ എന്നൊക്കെ ഉള്ളതിനപ്പുറമായിട്ട് ഞാനാണ് കമാൻഡർ എന്നുള്ള രീതിയിലാണ് ലാലുചേട്ടൻ നിൽക്കുക. അപ്പോൾ എത്ര പ്രാവശ്യം പാടണമെങ്കിൽ അപ്പോൾ പറയും, മോനെ പാടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടി അങ്ങനെ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് അതുവരെ പാടിക്കൊണ്ടിരിക്കും. അപ്പം അത്രയും പെർഫെക്ഷനെ ലവ് ചെയ്യുന്ന ഒരാളാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന, മനുഷ്യന് ചെയ്യാവുന്ന പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളുടെ ഏറ്റവും എക്സ്റ്റെൻഡ് വരെ അത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മഹാനായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ എന്നെ പൊക്കി പറയുന്നു എന്ന് തോന്നാം. പക്ഷെ അതിൻ്റെ സത്യം എന്താ വെച്ചാൽ, എനിക്ക് പണ്ട് എന്നെ ഇവിടെ ഇടപ്പഴിഞ്ഞിയിൽ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പരമേശ്വരൻ പിള്ള സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിക്കും, മലയാളം അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് മലയാളത്തിനോടുള്ള എൻ്റെ ഇഷ്ടത്തിനെ കൂട്ടിയ ആള്. അപ്പോൾ ശ്രേയ ഘോഷാലിന് ഒരു മലയാളം അധ്യാപകനായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, ഓരോ റെക്കോർഡിങ്ങിനും. അപ്പോൾ ചില പാട്ടുകളൊക്കെ 6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ, ഇതേ പാട്ട് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അത് 1 മണിക്കൂറിനാം ശ്രേയയ്ക്ക് പാടാവുന്നേ ഉള്ളൂ മ്യൂസിക്കലി. പക്ഷേ ലിറിക്കിൻ്റെ എനിക്ക് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ നനവ്, ഇപ്പം ന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. നനവ് എന്ന് പറയാൻ പറ്റുമോ, എന്നുണ്ട്, രാത്രി എന്ന് പറയാം. പക്ഷെ രാത്രി, നനഞ്ഞ നേരിയ പട്ടുറുമാൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള നിനവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ ഞാനിങ്ങനെ പറയും, അത് നമ്മുടെ ടങ് വന്നിട്ട് ഇവിടെ റൂഫ് ടോപ്പിൽ ടച്ച് ചെയ്യണം, എന്നിട്ട് എന്ന് പറഞ്ഞാലേ അത്, അല്ലെങ്കിൽ ആയി പോവും. ഇങ്ങനെ അതിൻ്റെ ഒരു അനാറ്റമി കൂടെ പഠിപ്പിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മറ്റുള്ള സംഗീത സംവിധായകരുടെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പ്രൗഡായി, ഞാൻ ഒരു നല്ല മലയാള അധ്യാപകനാണല്ലോ. അത് ശ്രേയം തീർച്ചയായിട്ടും സമ്മതിക്കും. അത് ജയചന്ദ്രൻ എന്ന മ്യൂസിക് ഡയറക്ടർ സർട്ടൻ ബ്രാക്കറ്റ്സിൽ ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ മെലഡി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, പക്ഷെ ഫാസ്റ്റ് സോങ്സിന് പറ്റിയ ആളല്ല എന്നൊക്കെയുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും, സംശയമില്ല. എല്ലാവരെയും ഓരോ കൂട്ടിലടയ്ക്കും സിനിമയിൽ. അവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മറ്റേ ചെയ്യാൻ പറ്റൂല. കൂടുതൽ ഒരു ജനസിലുള്ള പാട്ടുകൾ ചെയ്തുകൊണ്ട് അയാൾ അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഹീസ് എക്സ്പെരിമെൻറ്റഡ് അപ്പോൺ. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അത്തരം സന്ദർഭങ്ങൾ പലതും എന്നിലേക്ക് വരുന്നില്ല. അതിനെനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷെ അത് വന്നാൽ എനിക്ക് 6 ഹിറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ അത് 6 ഹിറ്റ് ചെയ്യാൻ എന്നെ സമ്മതിച്ചാലേ എനിക്ക് പറ്റുള്ളൂ, അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യാൻ വേണ്ടി എനിക്ക്
സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് സംതിങ് വിൽ കം അറൗണ്ട്. അങ്ങനെയല്ല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേഴ്സറ്റൈൽ ആയിരിക്കണം. അതാണ് നമ്പർ 1. ഞാൻ കൂടുതൽ മെലഡീസ് ചെയ്തതുകൊണ്ട് എൻ്റെ അടുത്ത് എന്നെ അപ്രോച്ച് ചെയ്ത് മെലഡീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ മെലഡീസ് ചെയ്തത്. എപ്പോഴൊക്കെ അല്ലാത്ത പാട്ടുകൾ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലെ ഹിറ്റുകൾ ആ രീതിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൽ നമ്മൾ ഒതുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഒതുക്കപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് 160 പരം സിനിമ ചെയ്യാൻ പറ്റിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ബോണസ് അല്ലേ. അപ്പോൾ ഞാനിനി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് അർഹതയില്ല. സോ വാട്ട് എവർ കംസ് മൈ വേ ഐ വിൽ ഡു. I'm not looking up to quantity. I'm looking up to doing something challenging which comes my way. ഇപ്പോഴുണ്ടല്ലോ ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ ഇവിടെ ലൈബ്രറിയിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ഡ്രീം ചെയ്യുന്നോ അതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. There's a very distinct emotional, spiritual, as she said, sensitive element in your music. അതിന്റെ ബേസ് എന്താണെന്ന് പറയുമ്പോൾ why is that there's a lot of sensitivity in your music, spirituality, spiritual sense അതിനകത്തുള്ളത്? എന്നോട് സാധാരണ ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ്. അത് എൻ്റെ അച്ഛനും അമ്മയാണ്. തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമാണ്. നമ്മുടെ ഒരു ഇമോഷണൽ സെൻസിബിലിറ്റീസൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് വലിയ ഭാഗ്യമാണ് എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൊച്ചുകുട്ടി കാലത്ത് നമ്മൾ വളർന്ന രീതികളും എസ്പെഷ്യലി എൻ്റെ അച്ഛൻ വളരെ സൈലൻ്റായിട്ട് സ്പിരിച്വാലിറ്റിയെ അപ്രോച്ച് ചെയ്തിരുന്ന ആളാണ്. അതൊക്കെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മ ആ രീതിയിൽ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരാളാണ്. എൻ്റെ ചേട്ടനും അതുപോലെ തന്നെ അനലിറ്റിക്കായിട്ട് മ്യൂസിക്കിനെ കാണുകയും എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ചില ഫ്രണ്ട്സും. അപ്പോൾ അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അപ്പോൾ ഇതെല്ലാം അവരുടെയൊക്കെ കൂട്ടായ്മയിൽ നിന്ന് എൻ്റെ മാത്രം ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഡിസ്കവർ ചെയ്തതോ ഇന്നോവേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻവെൻഷനോ ഒന്നുമല്ല. അവരുടെയൊക്കെ കൂടെയുള്ള ജീവിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ എൻ്റെ ഗുരുക്കന്മാർ അവരുടെ നിന്ന് കിട്ടിയ പല പ്രകാശം ഇതെല്ലാമാണ് എന്നെ ഞാനാക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ചോദിച്ചതിന്റെ തന്നെ തുടർച്ചയാണ്. എൻ ജയചന്ദ്രൻ വരുമ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പാട്ട് ഇൻഡസ്ട്രിയിലൊരു സൗമ്യ മുഖമാണെന്ന് പലരും പറയാറുണ്ട്. ആ സൗമ്യത പാട്ടുകളിലും ഉണ്ട്. പിന്നെ ഒരു പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻ കൂടി പാട്ടുകളിൽ വരുന്ന സിറ്റുവേഷൻ അല്ലേ അത്? അല്ല, അങ്ങനെ നമ്മൾ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസിൽ ഞാൻ ചെയ്യുന്ന ക്രിയേഷൻസാണ് എന്നെ മ്യൂസിക് കമ്പോസറായിട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്താണോ അത് തന്നെ ഞാൻ അതുപോലെ പോർട്രേ ചെയ്ത് വെക്കുന്നത്. ഒരിക്കലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവിടെ ഞാൻ എന്താണോ അത് തന്നെ പകർത്തി വെക്കുന്നു. ആ പകർത്തി വെക്കലല്ല തീർച്ചയായിട്ടും ഒരു സംഗീത സംവിധാന യാത്ര എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കംഫർട്ട് സോൺ നമുക്ക് പുറത്ത് ചെയ്യുന്നത് കംഫർട്ട് ആവണം. അത് ദാറ്റ് ഷുഡ് ബിക്കം യുവർ കംഫർട്ട് സോൺ. അതാണ് എൻ്റെ കാഴ്ച. അപ്പോൾ ഇത് എനിക്ക് സൗകര്യമുള്ളതിൽ മാത്രം നിൽക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സൗകര്യമുള്ളതാണ് മിക്കവാറും കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് സംഗീതം ചെയ്യുന്നു. മ്യൂസിക് കൊടുക്കുന്നതിന് ഏറ്റവും ഇഷ്ടമുള്ള സമയം അങ്ങനെയല്ല ഉണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം എ റഹ്മാൻ എപ്പോഴും രാത്രിയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു? ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പല ഈണങ്ങളും വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പല ആൾക്കാരത്ത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പഴയ യുറേക്ക എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വേഷത്തിലൊക്കെ വെളിയിലോട്ട് ഓടി വന്ന് ഫോൺ എടുത്ത് അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സാറ് നേരത്തെ ചോദിച്ചത്. അപ്പോൾ ഒരു ഈണം ഒരു സമയത്ത് വന്നാൽ അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈണം കിട്ടൂല. ദാറ്റ് ഇറ്റ് സെൽഫ് പ്രൂവ്സ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് യുവേഴ്സ്. ടെക്നിക്കാലിറ്റി അറിയില്ലാത്തതുകൊണ്ട് ഈ നനഞ്ഞ നേരിയ ബെഡ്റൂമിലൊക്കെ വരുമ്പോൾ എങ്ങനെയാ ഓരോ പീസായിട്ട് ഓരോ സ്റ്റാൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനോ അതോ ഒരു ഫുൾ സോങ് ആസ് സച്ച് ചെയ്യാനോ? അന്നത്തെ കാലത്ത് അത് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത പാട്ടാണ്.
സുവർണ നൂലിലെ അക്ഷരങ്ങൾ, എൻ്റെ മോഹങ്ങൾ പോലെ, അതെല്ലാം ആ കാലഘട്ടത്തിൽ ഒരു പല്ലവി കംപ്ലീറ്റ് ആയിട്ട് പാടണം, അടുത്ത ചരണം കംപ്ലീറ്റ് ആയിട്ട് പാടണം. അങ്ങനെയാണ് അന്നത്തെ റെക്കോർഡിങ്. അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ ഫുൾ സോങ് വിത്ത് ഓർക്കസ്ട്ര പാടണം. അങ്ങനെയാണ് ദാസാർ പാടിയിട്ടുള്ള ഏറ്റവും ഗോൾഡൻ ആയിട്ടുള്ള സോങ്സ് ജാനകിയമ്മയുടെ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, ബാബുക്കയുടെ ഒക്കെ പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു അക്ഷരം വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡിൽ ഒരു രീതി എന്ന് പറയുന്നത് വെറുതെ പാടാൻ പറയും, വെറുതെ പാടാൻ, അത് കാഷ്വലായിട്ട് നിന്ന് പാടുക. അതൊരു 15 ടേക്കുകൾ എടുക്കും. ഈ 15 ടേക്കിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏതൊക്കെ വരികളാണെന്ന് നോക്കിയിട്ട് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് ക്രോസ് ഫെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിരിക്കും, അത് നാച്ചുറലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രാക്ക് ഒറിജിനലിനേക്കാൾ നന്നായി തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ടോ? അങ്ങനെയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ഏതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.